Hi dear friends, welcome back to Easy Commerce Concepts by Ajiza Fibinsha. So ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ +1 എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടിലെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും, അതായത് ഡിലീറ്റഡ് ആയിട്ടുള്ളത് ഒഴിച്ചിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള നിങ്ങൾക്ക് എക്സാമിന് ഫൈനൽ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും അവിടെ ആൻസേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നല്ല രീതിയിൽ എല്ലാവരും ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ആണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് യൂസ്ഡ് ആസ് എ ഡാഷ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പദം, ആ ഒരു വേർഡ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം? എ സിംഗുലർ, ബി പ്ലൂറൽ, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് എ ആൻഡ് ബി. സോ നമുക്ക് രണ്ട് രീതിയിലും യൂസ് ചെയ്യാം. സിംഗുലർ ഫോമിൽ യൂസ് ചെയ്യാം, പ്ലൂറലിനും യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഡാഷ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഡേറ്റയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? വെദർ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് എ ആൻഡ് ബി. സോ ഒരു കാര്യം മനസ്സിലാക്കുക, സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ന്യൂമറിക്കൽ നമ്പറിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന, ഇൻ ടേംസ് ഓഫ് നമ്പർ, ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയെ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു അനലൈസ് ദ ഡേറ്റ മേ ബി ഡാഷ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡേറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അത് എക്സ്പ്ലനേറ്ററി ആണോ, നോൺ എക്സ്പ്ലനേറ്ററി ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, അതോ നൺ ഓഫ് എ ആൻഡ് ബി ആണോ? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മേ ബി എക്സ്പ്ലനേറ്ററി ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, സോ നമുക്ക് ആ ഒരു പേര് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഗോഡ്ഫ്രൈഡ് ആക്വെയിൽ ആണ് ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഒരു പിതാവ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, സോ നല്ല രീതിയിൽ അത് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ പേര് അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് അങ്ങനെയാണെങ്കിൽ ചോരും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ട് രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ. അതിന് മുമ്പ് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ബട്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ. ഇതിലെല്ലാം വരുന്നുണ്ട്. പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോൺ ഇൻ്റർവ്യൂ, സാമ്പിളിംഗ് ക്വസ്റ്റ്യൻ എല്ലാം അതിൽ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഫ്രം ദ ഫോളോയിങ്. അതായത് റാൻഡം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മുൻവിധിയോ കാര്യങ്ങളൊന്നും കൂടാതെ വളരെ റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അതിൽ ജഡ്ജ്മെൻറ്റ്, കൺവീനിയൻസ്, കോട്ട സാമ്പിളിംഗ് ഒക്കെ നോൺ റാൻഡം ആണ്. റാൻഡത്തിൽ വരുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് അതിലങ്ങനെ നമുക്ക് എന്തില്ല, ഒരു ജഡ്ജ്മെൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡേറ്റ. അതായത് ഒരാൾ എന്താ പറയുക, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ. അപ്പോൾ നമ്മളത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ CSO, NSSO, RGI, ഇതെല്ലാം എന്താണ് നമുക്ക് സെക്കൻഡറി ഡേറ്റയുടെ സോഴ്സായിട്ട് കണക്കാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് CSO, NSSO, RGI എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ അഡ്വാൻറ്റേജ് ഓഫ് സാമ്പിൾ മെത്തേഡ്. സാമ്പിൾ മെത്തേഡ് അതായത് വലിയൊരു പോപ്പുലേഷൻ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കാതെ അതിൻ്റെ ഒരു പാർട്ട് എടുത്ത് പഠിക്കുന്നതിനെയാണ് സാമ്പിൾ മെത്തേഡ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ലെസ് ടൈം കൺസ്യൂമിങ് ആണ്, ലെസ് കോസ്റ്റ് മതി, കുറേ കൂടി റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും, പണച്ചെലവില്ല, അതുപോലെ സമയം നമുക്ക് ഒത്തിരി ലാഭിക്കാം. ഇതൊക്കെ തന്നെ സാമ്പിൾ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. ഡേറ്റ നമുക്ക് പറയുകയാണെങ്കിൽ പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ പറയാം. കാരണം നമ്മൾ ഫോർ എ ഫ്രഷ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ ആദ്യമായിട്ട് ഒരു ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ദാറ്റ് ഈസ് പ്രൈമറി ഡേറ്റ.
എന്നാൽ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിഷ്ഡ് സോഴ്സ് നോക്കുക, അതിങ്ങനെ ഓൾറെഡി വേറൊരാൾ ഉണ്ടാക്കി വെച്ച് യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡേറ്റ. ഇനി ഡേറ്റ കളക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ കളക്ട് ചെയ്ത ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. അത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റയാണ്. അതിൽ അണ്ടർ ദ ഇൻക്ലൂസീവ് മെത്തേഡ് ലോവർ ക്ലാസ് ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ്. അതായത് ഇൻക്ലൂസീവ് മെത്തേഡിൽ നമ്മൾ ലോവർ ക്ലാസ് ലിമിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻക്ലൂസീവ് മെത്തേഡിന് എക്സ്ക്ലൂസീവ് ഒക്കെ ആക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് ഈസ് ട്രൂ? നമുക്ക് താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമുക്ക് ശരിയായിട്ടുള്ളത് പറയാം. ദ ആവറേജ് ബി എഫ് അണ്ടർ ദ ക്ലാസ് ലിമിറ്റ് ആൻഡ് ദ ലോവർ ക്ലാസ് ലിമിറ്റ്. അതായത് നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ അപ്പർ ക്ലാസ്സിനും ലോവർ ക്ലാസ്സിനും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിഡ് പോയിൻ്റ് കിട്ടും. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് ഈസ് ട്രൂ? ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു വേരിയബിൾ ഈസ് നോൺ ആസ്. അതായത് രണ്ട് വേരിയബിളിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിരുന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? അത് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടെണ്ണം വരുമ്പോൾ ബൈവേരിയേറ്റ് ആണ്, ഒന്ന് എന്നാൽ യൂണിവേരിയേറ്റ് ആണ്, രണ്ടിൽ കൂടുതൽ വന്നാൽ മൾട്ടിവേരിയേറ്റ് ആണ്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു വേരിയബിൾ ആണ്, അത് ബൈവേരിയേറ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് ഈസ് ട്രൂ? താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ഈസ് ക്ലാസിഫൈഡ് ഡേറ്റ ആർ ബേസ്ഡ് ഓൺ ദ ഡാഷ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഫ്രീക്വൻസീനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്ലാസ്സിൽ തന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ് ആദ്യം കണ്ടുപിടിക്കും. ഇപ്പോൾ 0 to 10 ആകുമ്പോൾ എന്താണ് 0 + 10/2. അത് ചെയ്തിട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 5 ആണ് അതിൻ്റെ മിഡ് പോയിൻ്റ്. അപ്പോൾ ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് നടത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് ഈസ് ട്രൂ? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഓൾട്ടർനേറ്റീവ് ആണ് ട്രൂ? നമുക്ക് കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ട്. അണ്ടർ എക്സ്ക്ലൂസീവ് മെത്തേഡിലാണ് ദ അപ്പർ ക്ലാസ് ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഈസ് എക്സ്ക്ലൂഡഡ് ദ ക്ലാസ് ഇൻ്റർവൽ. ദ അപ്പർ ക്ലാസ് ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ക്ലാസ് ഇൻ്റർവൽ ആൻഡ് the lower class limit of a class excluded in the class interval and the lower class of a limit of a class included in the class interval. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് എക്സ്ക്ലൂഡ് ഇൻ ദ ക്ലാസ് interval, അതാണ് ഒരു ഇൻക്ലൂസീവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. അതായത് അതിൽ അപ്പർ ക്ലാസ് ലിമിറ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ഏതിൽ? നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിപ്പോൾ 0 to 10, 10 to 20. അപ്പോൾ 0 to 10 10ൻ്റെ വാല്യൂ വരിക, അത് 10 to 20 വരിക. അതുകൊണ്ട് അപ്പർ ക്ലാസ് എക്സ്ക്ലൂഡഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് ഈസ് ട്രൂ? താഴെ പറഞ്ഞിട്ടുള്ളതിൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് ഒബ്സർവേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് ഒബ്സർവേഷൻ ആൻഡ് ആവറേജ് ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഒബ്സർവേഷൻ. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ദ റേഷ്യോ ഓഫ് ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. റേഞ്ച് കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയിൽ ഏറ്റവും വലിയ നമ്പറിൽ നിന്നും അതിൽ തന്നെയുള്ള ഏറ്റവും ചെറിയ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 മുതൽ 10 വരെ എഴുതി, അതിൽ റേഞ്ച് കാണാൻ 10 - 1 ചെയ്താൽ മതി. അപ്പോൾ 9 അതിൻ്റെ റേഞ്ച്. സോ ലാർജസ്റ്റ് നമ്പറിൽ നിന്നും സ്മോളസ്റ്റ് ഒബ്സർവേഷൻ ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റേഞ്ച് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ പ്രസൻറ്റേഷനാണ്. ഇപ്പോൾ നമ്മൾ ഡേറ്റ കളക്ഷൻ പറഞ്ഞു, അതിൻ്റെ ഓർഗനൈസിങ് പറഞ്ഞു, പിന്നെ വരുന്നതാണ് എന്ത്? പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് കുറേ ഡയഗ്രാംസും ഗ്രാഫ്സും ഒക്കെ വരയ്ക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഒജീവും ഹിസ്റ്റോഗ്രാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ ദി ജിയോമെട്രിക് ഡയഗ്രാം? ജിയോമെട്രിക് ഡയഗ്രത്തിൽ വരുന്ന ഒരു ഡയഗ്രാം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹിസ്റ്റോഗ്രാം, ബാർ ഡയഗ്രാം, ഒജീവ്, ഫ്രീക്വൻസി പോളിഗൺ. ബാർ ഡയഗ്രാം ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ ദി ഫ്രീക്വൻസി ഡയഗ്രാം? ബാർ ഡയഗ്രാം ജിയോമെട്രിക് ആണെങ്കിൽ ഫ്രീക്വൻസി ഡയഗ്രത്തിൽ വരുന്നത് ഏതാണ്? ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രാം, ഓൾ ഓഫ് ദ അബവ്. ദാറ്റ് ഈസ് ഹിസ്റ്റോഗ്രാം.
ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഡയഗ്രം ആണ് എന്ത്, ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ബാർ ഡയഗ്രം ഒരു ജിയോമെട്രിക് ഡയഗ്രം ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അത് വളരെ നീറ്റായിട്ട് ഓരോന്ന് ഹെഡ് ബൈ ഹെഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാം. പല രീതിയിലാണ് ചോദ്യങ്ങൾ വരെ. എക്സാം സിമ്പിൾ ആയിരിക്കും, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, to draw a time series graph, time is presented on dash. ടൈം സീരീസ് ഗ്രാഫിൽ ഇപ്പോൾ ഇയറൊക്കെ കൊടുക്കില്ലേ, 2015, 16 അങ്ങനെയൊക്കെ ഇയർ കൊടുക്കുക. എക്സ് ആക്സിസിലാണോ വൈ ആക്സിസിലാണോ ആണ് കൊടുക്കുക. അത് കൊടുക്കുക, ഇയർ അല്ലെങ്കിൽ ടൈം നമ്മൾ കൊടുക്കുക എക്സ് ആക്സിസിലാണ്, ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈനിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, ടൈം സീരീസ് ഗ്രാഫിൽ ടൈം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ് കേട്ടോ, എക്സ് ആക്സിസിലാണ് അത് കൊടുക്കുക. നെക്സ്റ്റ്, നെയിം ദ ടൈപ്പ് ഓഫ് ഗ്രാഫ്സ്. അതായത് ഇപ്പോൾ ഓരോന്നും പറയും, അതിന് കറക്റ്റായിട്ടുള്ള ഗ്രാഫിൻ്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡയമെൻഷണൽ ഗ്രാഫ്, 2 ഡയമെൻഷണൽ ഗ്രാഫ്, 3 ഡയമെൻഷണൽ ഗ്രാഫ്, പിന്നെ പിക്ടോഗ്രാംസ്, ഇങ്ങനെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ പറയണം ഏത് ടൈപ്പ് ഗ്രാഫാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1, 2, 3, 4 എന്നാണ്ട് അതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, സോ ടൈപ്പ് ഓഫ് ഗ്രാഫ് ഈസി ആയിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് പറഞ്ഞ് ശരിയാണോ തെറ്റാണോ. ദ വിഡ്ത്ത് ഓഫ് ബാർ ഇൻ എ ബാർ ഡയഗ്രാം നീഡ് നോട്ട് ബി ഈക്വൽ. ബാർ ഡയഗ്രത്തിൽ വിഡ്ത്ത് ഈക്വൽ ആവേണ്ട ആവശ്യമില്ല. ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഓഫ് ഹിസ്റ്റോഗ്രാം ഷുഡ് എസെൻഷ്യലി ബി ഈക്വൽ. അത് ഈക്വൽ ആയിരിക്കണം. ഹിസ്റ്റോഗ്രാം ആൻഡ് കോളം ഡയഗ്രാം സെയിം മെത്തേഡ്. കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് നോക്കുക. അതിൻ്റെ ആൻസേഴ്സ് വരുന്നത് എങ്ങനെയാണ്, ട്രൂ, ഫാൾസ്, ട്രൂ, 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 ട്രൂ. അതായത് ഒന്നുമില്ല, നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും, നമുക്കറിയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിയാണെന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് യെസ് പറയുന്നത് ശരിയാണ്, ഓക്കെ റൈറ്റ്, അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ യു ഹാവ് ടു സേ ഇറ്റ്സ് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അത്രയേ ഉള്ളൂ, അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, 5ാമത്തെ ചാപ്റ്ററാണ്. ആവറേജസിൻ്റെ ചാപ്റ്ററാണ്. അരിത്മെറ്റിക്, മീൻ, മീഡിയൻ, മോഡൊക്കെ പറയുന്ന ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരുപാട് ചോദ്യങ്ങൾ പ്രോബ്ലമൊക്കെ വരും. ദ മിഡ് പോയിൻ്റ് ഓഫ് ക്ലാസ് 5 to 10. ഒരു ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെയാണ് നമ്മൾ കാണുക, ആ ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 5 + 10 15 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 7.5 ആണ് ആ ഒരു ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മോഡ് ഈസ് ഈക്വൽ ടു. മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനും ശരിക്കും മോഡ് എങ്ങനെയാണ് നമ്മൾ കാണുക, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന നമ്പറാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 5 3 3 3 2 1 എന്നുള്ളൊരു ഇതിൽ 3 ആണ് മോഡ്, കാരണം 3 കുറേ ടൈം ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷനാണ് 3 മീഡിയൻ മൈനസ് 2 മീൻ. അതായത് 3 ഇൻറ്റു മീഡിയൻ വാല്യൂ ചെയ്ത് കിട്ടുന്ന ആൻസറിൽ നിന്നും 2 കൊണ്ട് മീനിനെ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ അങ്ങ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് മോഡ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൊസിഷണൽ ആവറേജ്. അതായത് അതിൻ്റെ പൊസിഷന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും മിഡിൽ മോസ്റ്റ് ആയിട്ട് വരുന്നത്, നടുക്ക് വരിക എന്നൊക്കെ പറയില്ല, ആ ഒരു നമ്പറാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ ഒരു പൊസിഷണൽ ആവറേജ് ആണ്. 1 മാർക്കിന് നല്ല സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. മീഡിയൻ എന്താണ്, അതൊരു പൊസിഷണൽ ആവറേജ് ആണ് മീഡിയൻ, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈഡ്സ് ദ ഡേറ്റ ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ട് അതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്ത് മെത്തേഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ക്വാർട്ടൈൽസ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ റെഡി. സോ കുറേ എണ്ണുണ്ട്, അതിൽ ക്വാർട്ടൈൽസ് ആണ് 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആവറേജ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും എല്ലാവരും ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു ആവറേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അരിത്മെറ്റിക് മീനാണ്, AM ആണ്, മാധ്യം എന്നൊക്കെ മലയാളത്തിൽ പറയും. അത് നമ്മൾ സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്തിട്ടാണ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുക. അതാണ് കുറച്ചുകൂടെ പോപ്പുലറായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോഡ് ക്യാൻ ബി ഗ്രാഫിക്കലി ലൊക്കേറ്റഡ് ബൈ മീൻസ് ഓഫ് ഡാഷ്. നമുക്ക് ഒജായ്വ് യൂസ് ചെയ്തിട്ട് മീഡിയനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ
മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു ഗ്രാഫാണ്, ദാറ്റ് ഈസ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ട് ഹിസ്റ്റോഗ്രാമിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വെച്ചിട്ട് നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആവറേജ് ഫോർ ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ്. ഏറ്റവും നല്ലൊരു എന്താ പറയുക ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റിന്, അതായത് നമ്പറിൽ നമ്മൾ മെഷർ ചെയ്യാത്ത കുറേ സംഭവങ്ങളുണ്ട്, അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ മീഡിയൻ ആണ്. മീഡിയൻ പൊസിഷണൽ ആവറേജ്, മീഡിയൻ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആവറേജ് ഈസ് അഫക്റ്റഡ് മോസ്റ്റ് ബൈ ദ പ്രസൻസ് ഓഫ് എക്സ്ട്രീം വാല്യൂസ്. ഇപ്പോൾ ഒരു ഡേറ്റാ സെറ്റിൽ തന്നെ കുറച്ച് വാല്യൂസ് ഉണ്ട്, അതൊക്കെ ഏകദേശം ഒരുപോലെ 23, 24, 25 ഒരുപോലെ. പക്ഷേ ഇതിൽ തന്നെ 100ഉം 1ഉം വരുന്നുണ്ട്. ഈ 100ഉം 1ഉം സത്യത്തിൽ ഭയങ്കര എക്സ്ട്രീം വാല്യൂസ്, അത് ഒറ്റ ടൈമൊക്കെ വരുന്നുള്ളൂ. പക്ഷേ ആ വാല്യൂസിന് ആ ഡേറ്റാ സെറ്റിൻ്റെ ആവറേജിനെ സ്വാധീനിക്കാൻ കഴിയും. അതാണ് അരിത്മെറ്റിക് മീനിനെ സ്വാധീനിക്കാൻ കഴിയും. ആൻഡ് ദ ആൽജിബ്രിക് സം ഓഫ് ഒബ്സർവേഷൻ sum of deviations of a set of n values from am. അരിത്മെറ്റിക് മീനിൽ നിന്നും നമ്മൾ എന്താ പറയുക സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ സം ഓഫ് ഡീവിയേഷൻസ് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ അൽജിബ്രിക് സം ഓഫ് ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? അത് n തന്നെയായിരിക്കുമോ, അത് 0 ആയിരിക്കുമോ, 1 ആയിരിക്കുമോ, നൺ ഓഫ് ദിസ് ആയിരിക്കും? അത് 0 ആയിരിക്കും. അതിൻ്റെ ഡീവിയേഷൻ്റെ അൽജിബ്രിക് സം ഡീവിയേഷൻ am എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0 ആയിരിക്കും. And the total of a given variable can be depicted by dash. അതായത് നമുക്കിപ്പോൾ ഒരു കുറേ നമ്പേഴ്സ് വന്നു, അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈൻ എന്താണ്? അത് സിഗ്മ എക്സ് ആണ്. സിഗ്മ നമ്മൾ എം ഇങ്ങനെ റൈറ്റിലോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതാണ് സിഗ്മ എന്നുള്ള ഒരു സൈന്. അത് എക്സ്, സിഗ്മ എക്സ് എന്ന് വെച്ചാൽ ടോട്ടൽ ഒബ്സർവേഷൻ്റെ ഒരു സമ്മേഷനാണ്. പിന്നെ കോമൺ ഫാക്ടർ ഡെപ്പിക്റ്റഡ് ബൈ, ദാറ്റ് ഈസ് സി വെച്ചിട്ടാണ് കോമൺ ഫാക്ടർ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, അരിത്മെറ്റിക് മീൻ ഷുഡ് ബി ഡാഷ്. അരിത്മെറ്റിക് മീനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് സിമ്പിൾ ആയിരിക്കണം, എല്ലാ ഐറ്റംസിൻ്റെയും അത് കൺസിഡർ ചെയ്യണം, റിജിഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്, റിജിഡിറ്റി ഡിഫൈൻഡ് ആണ്. ഇതെല്ലാം കൂടി വരുന്നതാണ് ആക്ച്വലി അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ അരിത്മെറ്റിക് മീൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യായിരുന്നു, ഭയങ്കര പോപ്പുലറാണ്, കാരണം അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്, ഭയങ്കര ഈസിയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മീഡിയൻ ഈസ് ദ ഡാഷ് വാല്യൂ ഇൻ എ സീരീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മീഡിയൻ എന്ന് പറയുന്ന അസെൻഡിങ് ഓർഡറിൽ എഴുതിയാലും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാലും അത് മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്. സോ ആ നടുക്ക് വരുന്ന ഒരു വാല്യൂ ആണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്. ദെൻ Q3 എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അത് ക്വാർട്ടൈലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തേർഡ് ക്വാർട്ടൈലാണ് എന്ത് ആക്ച്വലി Q3 എന്ന് പറയുന്നത്. അത് മിഡിലാണ്, മിഡിൽ ക്വാർട്ടൈൽ എന്നാണ് Q3 അറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാഷ് ഈസ് ദ ഡിവിഷൻ ഓഫ് ദ സീരീസ് ഇൻ ടു 100 ഈക്വൽ പാർട്സ്. അതായത് നമുക്ക് ഒരു നമ്പർ ഓഫ് കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ട്, ആ ഒരു സീരീസിനെ നമ്മൾ എന്താ പറയുക 100 ഈക്വൽ പാർട്സാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റൈൽ എന്നാണ് പറയുന്നത്. നമ്മൾ 100% എന്ന് പറയാറില്ല. സോ ഒരു പെർസെൻറ്റൈലാണ് ആക്ച്വലി ഇസ് എ ഡിവിഷൻ ഓഫ് ദ സീരീസ് ഇൻ ടു 100 ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പെർസെൻറ്റൈൽ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, n+1/10th ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് ഡാഷ്. അതായത് ഡിവൈഡഡ് ബൈ 4 വരെയാണെങ്കിൽ അത് ക്വാർട്ടൈൽസ് ആണ്, ഡിവൈഡ് ബൈ 100 വരെയാണെങ്കിൽ അത് പെർസെൻറ്റൈലാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 10 വരെയാണെങ്കിൽ അത് ഡിസൈൽസ്. അടുത്ത വാല്യൂ ഓഫ് മീഡിയൻ ഈസ് ഈക്വൽ ടു ഡാഷ്. വാല്യൂ ഓഫ് മീഡിയൻ കണ്ടുപിടിക്കാൻ സെക്കൻഡ് ക്വാർട്ടൈൽ മൈനസ് 50th പെർസെൻറ്റൈൽ, അതായത് 5th ഡിസൈൽ. ഇതൊക്കെ നമുക്ക് അതിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. വാല്യൂ ഓഫ് മീഡിയൻ, ഓക്കെ, മീഡിയന് ഈക്വൽ ആയിട്ട് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളുടെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. പിക്ക് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ ആൻസർ. അതായത് കൂട്ടത്തിൽ പെടാത്തതിനെ ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക, എന്നിട്ട് എന്തുകൊണ്ടെന്ന് കാരണം പറയാം. അരിത്മെറ്റിക് മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മോഡ്. ഇതിൽ അരിത്മെറ്റിക് മീൻ ആയാലും മീഡിയൻ ആണെങ്കിലും മോഡ് ആണെങ്കിലും അത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അതൊരു മെഷർ ഓഫ് ഡിസ്പേർഷനാണ്. മെഷർ ഓഫ് ഡിസ്പേർഷൻ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്, അതെനിക്കറിയാം. ഇത് ജസ്റ്റ് ഈ 3 എണ്ണത്തിനൊന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ആവറേജ് വുഡ് ബി സ്യൂട്ടബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. ഇവിടെ ഒരു 7 കേസ് പറയുന്നുണ്ട്. ഇതിലൊക്കെ ഓരോന്നിലും ഏതൊക്കെ ആവറേജസ് ആണ് യൂസ് ചെയ്യുക. ആവറേജ് സൈസ് ഓഫ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ആവറേജ് ഇൻ്റലിജൻസ് ഓഫ് സ്റ്റുഡൻറ്റ് ഇൻ എ ക്ലാസ്, അവിടെ ഒരു ക്വാളിറ്റേറ്റീവ് ആണ്, ആൻഡ് ആവറേജ് പ്രൊഡക്ഷൻ ഇൻ എ ഫാക്ടറി പെർ ഷീറ്റ് ഷിഫ്റ്റ്, ആൻഡ് ആവറേജ് വേജസ് ഇൻ എൻ ഇൻഡസ്ട്രിയൽ കൺസേൺ വെൻ ദ സം ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻ, അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കറക്റ്റായിട്ട് വരുന്നത് ആദ്യത്തത് മോഡ്, പിന്നെ മീഡിയൻ. ക്വാളിറ്റേറ്റീവ് വരുമ്പോൾ മീഡിയൻ ആണ് യൂസ് ചെയ്യാം. മൂന്നാമത്തേൽ നമുക്ക് മോഡ് അല്ലെങ്കിൽ മീഡിയൻ യൂസ് ചെയ്യാം. ചിലതിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യാം, പ്രശ്നമില്ല. പിന്നെ മോഡ് ഓർ മീഡിയൻ തന്നെ യൂസ് ചെയ്യാം. പിന്നെ മീൻ യൂസ് ചെയ്യാം, മോഡ് ഓർ മീൻ യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റത്തിൽ നമുക്ക് മീഡിയൻ യൂസ് ചെയ്യാം. അപ്പം സിറ്റുവേഷൻസ് വന്നിട്ട് നമ്മളോട് ചോദിക്കും സ്യൂട്ടബിലിറ്റി, ഈ ഒരു സിറ്റുവേഷനിൽ ഏത് ആവറേജ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ അടുത്തൊരു ചാപ്റ്ററാണ് ദാറ്റ് ഈസ് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ ആദ്യത്തെ ആ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ അതിൻ്റെ മീനിങ് ടൈപ്സ് ഒക്കെ വരുന്നത്. കാൽപിയസൻസും സ്പിയേഴ്സ്മാനൊന്നും ഇല്ല. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യന് ഹൂ ഡെവലപ്ഡ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് അത് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അത് സ്പിയർമാൻ ആണ്. സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആർ ഇസ് ഈക്വൽ ടു +1 ഇഫ് ഷോസ് ഡാഷ്. ആർ കറക്റ്റ് പെർഫെക്റ്റ് 1 ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്ത് തരം കോറിലേഷനാണ്? അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ഓക്കെ, അതായത് ഒരു വേരിയബിളിൻ്റെ വാല്യൂ കൂടുമ്പോൾ അതേ പ്രൊപ്പോർഷനിൽ മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. സോ ഇൻ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ദ വാല്യൂ ഓഫ് ആർ ഇസ് ഈക്വൽ ടു +1 ഓർ +1. റെഡി അല്ല? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആർ ഈസ് പോസിറ്റീവ് ദ 2 വേരിയബിൾസ് വിൽ മോർ ഇൻ ഡാഷ്. അതായത് ആറ് പോസിറ്റീവ് ആണെങ്കിൽ 2 വേരിയബിൾസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിക്കോ, ഇൻവേഴ്സ് ഡയറക്ഷൻ ആയിക്കോ, സെയിം ആയിരിക്കും, അതോ നൺ ഓഫ് ദം സെയിം ആയിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു വിട്ട് ഒന്ന് ഉയരുമ്പോൾ മറ്റേതും ഉയരും. അതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടും എന്ന് പറയുന്നത് പോലെ അതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സോ സെയിം ഡയറക്ഷനാണ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, the unit of correlation coefficient between height in feet and weight in kilogram. height in feeറ്റും വെയ്റ്റ് ഇൻ കിലോഗ്രാം ഇത് തമ്മിലുള്ളൊരു റിലേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് kg/feet ആണോ, പെർസെൻറ്റേജ് ആണോ, നോൺ എക്സിസ്റ്റൻ്റ് ആണോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് നമുക്കതിനെ നോൺ എക്സിസ്റ്റൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഞ്ച് ഓഫ് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് ഡാഷ്. അതായത് ഒന്നുമില്ല, ആറിൻ്റെ വാല്യൂൻ്റെ ആ ഒരു റേഞ്ച് എങ്ങനെയാണ്, എവിടെ മുതൽ എവിടെ വരെ? -1 to +1 ആണ് ആറിൻ്റെ വാല്യൂ. ആറ് എപ്പോഴും -1ൻ്റെയും +1ൻ്റെയും ഇടയിലാണ് ഉണ്ടാവുക. -1ന് താഴോട്ടും പോകത്തില്ല, +1ന് മുകളിലോട്ടും പോകത്തില്ല. ഇതാണ് ഒരു ആറിൻ്റെ വാല്യൂ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത്, -1 to +1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആർ എക്സ് വൈ ഈസ് പോസിറ്റീവ്, അതായത് എക്സിൻ്റെ വൈൻ്റെ കോറിലേഷൻ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് എ ടൈപ്പ് ഓഫ്, അങ്ങനെ വെച്ചാൽ വെൻ വൈ ഇൻക്രീസസ് എക്സ് ഇൻക്രീസസ്. അതായത് എപ്പോഴാണോ എന്താ പറയുക വൈ ഇൻക്രീസ് ആവണത്, ഫോർ എക്സാമ്പിൾ ഇൻകം ഇൻക്രീസായി, അപ്പോൾ നമുക്ക് കൺസംഷനും ഇൻക്രീസായി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നിൻ്റെ വാല്യൂ ഉയരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് മറ്റൊന്നിൻ്റെ വാല്യൂ ഉയരുന്നു. ദിസ് ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. ആൻഡ് ആർ എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. വേരിയബിൾ എക്സ് ആൻഡ് വൈ ആർ ലീനിയർ റിലേറ്റഡ്, നോട്ട് ലീനിയർലി റിലേറ്റഡ്, ഇൻഡിപെൻഡൻറ്റ്. 0 കോറിലേഷൻ എന്ന് വെച്ചാൽ ഈ 2 വേരിയബിൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ദർ ഇസ് നത്തിങ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആസ് എ റിലേഷൻ. അപ്പോൾ നമുക്ക് നോട്ട് ലീനിയർലി റിലേറ്റഡ് എന്ന് പറയാം. അതാണ് അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ. ഇഫ് ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 നോട്ട് ലീനിയർലി റിലേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫ് ദ ഫോളോയിങ് 3 മെഷേഴ്സ് വിച്ച് ക്യാൻ മെഷർ എനി ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് ഏത് റിലേഷൻഷിപ്പും ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു മെത്തേഡ് ഏതാണ്? കാൽപിയസൻസിൽ നമുക്ക് ന്യൂമറിക്കൽ ആയിട്ട് വന്നിട്ടുള്ളത് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പിയേഴ്സ്മാൻ കൂടുതലും റാങ്ക് അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് നോക്കുക. എന്നാൽ സ്കാറ്റർ ഡയഗ്രത്തിൽ അങ്ങനെയൊന്നുമില്ല. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ എനിത്തിങ്.
measure any type of relationship. That is, a scatter diagram is the right answer. And if precisely measured data are available, the simple correlation coefficient is dash. അതായത് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് അത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. ആൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ നമുക്ക് കുറച്ചുകൂടി ഒരു കൃത്യത പറയാൻ വേണ്ടിയിട്ട് പറ്റും. പ്രീസൈസ്ലി മെഷേർഡ് ഡേറ്റ ആർ അവൈലബിൾ ഇൻ സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ആസ് ആക്യുറേറ്റ്. കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്, കൃത്യത ഉണ്ടാവും ആസ് എ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കോറിലേഷനെ ഡിഫൈൻ ചെയ്യാൻ അതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ആ ഒരു ആദ്യത്തെ ഏരിയയിൽ വരുന്ന ഒന്നുമില്ല, നമുക്ക് വേരിയബിൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡയറക്ഷൻ, അതിൻ്റെ ഒരു റിലേഷൻഷിപ്പൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് കോറിലേഷൻ. കോറിലേഷൻ സ്റ്റഡീസ് മെഷേഴ്സ് ദി ഡയറക്ഷൻ ആൻഡ് ദി ഇൻറ്റൻസിറ്റി ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ്. അപ്പോൾ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ ഹൗ ദേ റിലേറ്റഡ് ഈച്ച് അതർ എന്നാണ് കോറിലേഷനിൽ പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കോറിലേഷൻ. ഇത് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ട, ചുമ്മാ ഒന്ന് കേട്ടിരുന്നാൽ മതിയാവും. കാൽപീസൻസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനും സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുള്ള പോർഷനാണ്. ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. അത് നമുക്ക് കാൽപീസൻസിലും അതേപോലെ 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ക്യൂ മൈനസ് എൻ ആണ് റാങ്കിൻ്റെത്. ആൻഡ് ലാസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സിന് നിങ്ങൾ നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. സിമ്പിൾ അഗ്രിഗേറ്റീവ്, ലാസ്പേഴ്സ്, പാഷസ് ഒക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് എ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. CII കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആണ് കേട്ടോ. CPI ആണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡെക്സ് നമ്പർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഡാഷ്. ഇൻഡെക്സ് നമ്പർ നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ എന്തിൻ്റെയൊക്കെ ബേസിൽ യൂസ് ചെയ്യാം? പ്രൈസ്, ക്വാണ്ടിറ്റി, വോളിയം, ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇതിൽ നമുക്കൊന്നും ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇറ്റ്സ് all of the above can be calculated under index number. The index number can be calculated for price, quantity, volume, etc. Fine, ready? At the question, in 2017 the price of oil increased by 30%. 2017 ഓയിലിൻ്റെ പ്രൈസ് 30% കൂടി കമ്പയർ ടു 2010. 2010 എത്തിയപ്പോൾ 30% കൂടി. ഐഡൻറ്റിഫൈ ദ ബേസ് ഇയർ ആൻഡ് ദ കറണ്ട് ഇയർ. ഇവിടുത്തെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2010 കറണ്ട് ഇയർ എന്ന് പറയുന്നത് 2017 നമ്മൾ ഏത് ഇയറുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അതാണ് ബേസ് ഇയർ. നിലവിൽ എന്താണോ എന്നാണ് ചോദിക്കുന്നത്, അത് കറണ്ട് ഇയർ ആണ്. സോ ഹിയർ 2010 ഈസ് ബേസ് ആൻഡ് 2017 ഈസ് കറണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് ചേഞ്ചസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജനറൽ പ്രൈസ് ലെവൽ, നോട്ട് സിംഗിൾ, ജനറൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് കാണിക്കുന്ന ഒരു ഇൻഡീസസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. WPI ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പറഞ്ഞതുപോലെ ചേഞ്ചസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ കാണിച്ചിരുന്നത് WPI ആണ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, an index number which accounts for the relative importance of the item is known as. അതായത് റിലേറ്റിവിറ്റി നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് പറ്റും. റിലേറ്റീവ് ഇമ്പോർട്ടൻസ്, അതായത് ഒന്നിന് എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വെയിറ്റ് വെച്ചിട്ടാണ് അത് പറയാം. ചില കാര്യങ്ങൾക്കൊരു വെയിറ്റ് ഉണ്ടാവും, അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കണ്ടുപിടിക്കുന്നത്. വെയ്റ്റഡ് ഇൻഡെക്സ് ആണ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മോസ്റ്റ് ഓഫ് ദ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ദ വെയ്റ്റ് പെർട്ടെയിൻസ് ടു ഡാഷ്. അതായത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് പെർട്ടെയിൻ ചെയ്യുന്നത് കറണ്ട് ഇയറുമായിട്ടാണ്. കറണ്ട് ഇയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വെയിറ്റ് നോക്കാറുള്ള, മൾട്ടിപ്ലിക്കേഷനൊക്കെ നടത്താറുള്ളത്. സോ കറണ്ട് ഇയർ ആണ് നമ്മൾ കുറച്ചുകൂടി അതിനൊരു കൺസിഡറേഷൻ കൊടുക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിൽ കറണ്ട് ഇയർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി വിത്ത് ദ ലിറ്റിൽ വെയ്റ്റ് ഇൻ ദ ഇൻഡെക്സ് വിൽ ബി ഡാഷ്. അതായത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച്, ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി, ഒരു ചെറിയ വ്യത്യാസം, അതായത് വിത്ത് ലിറ്റിൽ വെയ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് സ്മോൾ ആയിരിക്കുമോ, ലാർജ് ആയിരിക്കുമോ, അൺസർട്ടൈൻ ആയിരിക്കും,
അത് സ്മോൾ ആയിരിക്കും. ബിക്കോസ് അവർ തന്നെ പറയുന്നുണ്ട് ലിറ്റിൽ വെയിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ കമോഡിറ്റി വിത്ത് ലിറ്റിൽ വെയിറ്റ് ഇൻ ദ ഇൻഡെക്സ് വിൽ ബി സ്മോൾ. And our consumer index measure, a consumer price index measures the changes in dash. ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ റീറ്റെയിൽ പ്രൈസിൽ, നോട്ട് അബൌട്ട് ഹോൾസെയിൽ, ഇറ്റ് ഈസ് അബൌട്ട് റീറ്റെയിൽ. ഓക്കെ, റീറ്റെയിൽ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, മറ്റേതിൽ നമ്മൾ ഹോൾസെയിൽ ജനറൽ പ്രൈസ് ലെവലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് റീറ്റെയിൽ പ്രൈസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നോക്കുന്നത്. And the item having the highest weight in consumer price index for industrial workers, അതായത് ഹയസ്റ്റ് വെയ്റ്റ് ഇൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് വേണ്ടി വരുന്നത് ഫുഡ്, ഹൗസിങ്, ക്ലോത്തിങ്, ഇതിലേതാണെന്നാണ്. അത് ഫുഡാണ്. ഫുഡ് ഹാവിങ് ദ ഹയസ്റ്റ് വെയ്റ്റ് ഇൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റ് കൊടുക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് in general, inflation is calculated by using dash. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണോ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണോ, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഫ്ലേഷനൊക്കെ ബേസ്ഡ് ആയിട്ട് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അതാണ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവലൊക്കെ നോക്കുന്നത്. അത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് ഇൻഫ്ലേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് അതർ നെയിം ഓഫ് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് ഡിഫ്ലേറ്റർ ഓഫ് ഇൻകം. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നല്ലോണം മൈൻഡിലേക്ക് വയ്ക്കാം. ദാറ്റ്സ് കോൾഡ് പ്രൈസ് ഡിഫ്ലേറ്റർ ഓഫ് ഇൻകം. ഓക്കെ, സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? സിംപ്ലി ഇറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഡിഫ്ലേറ്റർ ഓഫ് ഇൻകം. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ബേസ് പീരീഡ്? നമ്മൾ ഏത് വർഷത്തിന് വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അതാണ് ആക്ച്വലി ബേസ് പീരീഡ്. ബേസ് പീരീഡ് ഈസ് എ റെഫറൻസ് പീരീഡ് വിത്ത് വിച്ച് ദ കറണ്ട് പീരീഡ് ഈസ് കമ്പയർഡ്. ഇപ്പോൾ 2010 2020, അപ്പോൾ 2010 അവിടുത്തെ ബേസ്. 2010 നിന്ന് എന്തോരം വ്യത്യാസം 2020 ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2020 കറണ്ടും 2010 എന്താണ്? ബേസുമാണ്. നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതാണ് എന്ത്? ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? അടുത്തത് നമ്മുടെ അവസാനത്തെ ഏരിയ ആണ്, അവസാനത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. ഐ മീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ അവസാനത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. അതായത് ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണ് ഉള്ളത്. ഒരു പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ എസെൻഷ്യൽ പാർട്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? അതിൽ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, മെത്തഡോളജി ഉണ്ട്, അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമാണ്, എസെൻഷ്യൽ പാർട്ടാണെന്ന് പറയാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഡേറ്റ കളക്ഷൻ ഈസ് കവേർഡ് അണ്ടർ വിച്ച് പാർട്ട് ഓഫ് പ്രോജക്റ്റ് വർക്ക്? അതായത് പ്രൊജക്റ്റ് വർക്കിൻ്റെ ഏത് പാർട്ടായിട്ടാണ് ഡേറ്റ കളക്ഷൻ നമ്മൾ കവർ ചെയ്യുന്നത്? അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ആണോ, മെത്തഡോളജി ആണോ, അനാലിസിസ് ആണോ, കൺക്ലൂഷൻ ആണോ? മെത്തഡോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സോ ഡേറ്റ കളക്ഷൻ കംസ് അണ്ടർ ദ ഹെഡിങ് ഓഫ് മെത്തഡോളജി. കാരണം ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, എത്ര കളക്ട് ചെയ്യുന്നു എന്നൊക്കെ അതിൽ നമ്മൾ നല്ല നീറ്റായിട്ട് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ല രീതിയിൽ തന്നെ പഠിച്ചോളുക. നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. എക്സാം എളുപ്പമായിരിക്കും, വെരി ഷുവർ. നിങ്ങൾ ഇങ്ങനെയൊക്കെ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിലുള്ളൊരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.